ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇംഗ്ലീഷിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. ഷീ വോണ്ടഡ് ഡാഷ് യൂണിക്കോൺ ഷേപ്ഡ് ടോയ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? യൂണിക്കോൺ ആണ് അല്ലെ? യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഷീ വോണ്ടഡ് എ യൂണിക്കോൺ ഷേപ്ഡ് ടോയ് ആണ്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഉച്ചാരണമാണ് കേട്ടോ. യാ വരികയാണെങ്കിൽ നമ്മൾ എ പറയണം അല്ലെ? ഓക്കെ, അല്ലാണ്ട് യു കണ്ടിട്ട് ആന് പറയരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. സെക്കൻഡ് വൺ. Each boy and each girl dash submitted the assignment. ഈച്ച് ആൻഡ് ഈച്ചിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ സിംഗുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഹാസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദി അസൈൻമെന്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം. എ ലോട്ട് ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ്. ഓക്കെ, എ ലോട്ട് ഓഫ് അതിന് ശേഷമുള്ള ആളെ നോക്കുക. ടൈം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വേർനെയും ഹാവ് ബീനെയും എടുത്ത് മാറ്റാം. ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഹാസ്. ഇനി ലോട്ട് ഓഫ് ടൈം ഹാസ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ടൈം ആണ്. ഈ ടൈം പോയിട്ട് വേസ്റ്റ് ചെയ്തു അല്ലെ? ടൈം ഹാസ് വേസ്റ്റഡ്. ഇപ്പൊ എന്താ അനു ഹാസ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അനു വേസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ടൈം ഹാസ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ടൈം പോയിട്ട് വേസ്റ്റ് ചെയ്തു. അങ്ങനെയല്ല അല്ലെ? അപ്പൊ എന്താ പറയണ്ടേ? ലോട്ട് ഓഫ് ടൈം ഇസ് വേസ്റ്റഡ് അല്ലെ? സമയത്തെ വേസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. എസ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത ചോദ്യം. എ ഗുഡ് മെനി ടീച്ചേഴ്സ് ഡാഷ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എ ഗുഡ് മെനി ടീച്ചേഴ്സ്, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി, മെനി, ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ എ ഗുഡ് മെനി ടീച്ചേഴ്സ് ആറാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. മെനി എ വരുമ്പോൾ രണ്ടും സിംഗുലർ ആണ് അല്ലെ? മെനി എ വരുമ്പോൾ സിംഗുലർ നൗണും സിംഗുലർ വെർബാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതേസമയം എ ഗുഡ് മെനി അല്ലെങ്കിൽ എ ഗ്രേറ്റ് മെനി അല്ലെങ്കിൽ മെനി ഇത് വന്നു കഴിയുമ്പോൾ രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടും പ്ലൂരൽ ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ഇത് പ്ലൂരൽ നൗണും ഇവിടെ പ്ലൂരൽ വെർബും വേണം വരാൻ. 6. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം. മെനി സ്റ്റുഡൻസ് ഡാഷ് പ്രസന്റ് ടുഡേ. മെനി സ്റ്റുഡൻസ് എന്താ ആൻസർ ആയിട്ട് വരിക? മെനി അല്ലെങ്കിൽ എ ഗുഡ് മെനി, ഗ്രേറ്റ് മെനി ഒക്കെ വരുമ്പോൾ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ വെർബാണ് അല്ലെ? അപ്പൊ മെനി സ്റ്റുഡൻസ് ആർ പ്രസന്റ് ടുഡേ. ഇനി അടുത്ത ചോദ്യം. ഓൾ ഹിസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദി ഹൗസ്. ഓൾ ഹിസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദി ഹൗസ്. ഓക്കെ, അപ്പോ മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അൺകൗണ്ടബിൾ നൗണിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലെ? അപ്പോ ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂരല്, വേർ എന്ന് പറഞ്ഞാൽ പ്ലൂരല്. ഓക്കെ, ഇനി ഓൾ ഹിസ് മണി സിംഗുലർ എന്നുള്ള രീതിയിൽ നമുക്ക് വാസ് കിട്ടി. ഓൾ ഹിസ് മണി വാസ് സ്പെൻഡ് ഓൺ ദി ഹൗസ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. എ ഡ്രസ് ഡാഷ് ചോസൺ ബൈ മദർ. എന്തായിരിക്കും ആൻസർ? ഓക്കെ, ബൈ മദർ എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പാസീവ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡ്രസ് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എസും ഹാസും വാസൊക്കെ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അല്ലെ? ഇനി ഡ്രസ് ഹാസ് ചോസൺ ബൈ മദർ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസീവിൽ എന്തായാലും ഹാസ് പറയില്ല അല്ലെ? ഒന്നല്ലെങ്കിൽ ഹാസ് ബീൻ എന്ന് പറയും. പക്ഷെ ഇവിടെ ഹാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ പാസീവിൽ പറയില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബീനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ. ഡ്രസ് വാസും ഉണ്ട്, എസ്സും ഉണ്ട്. നമ്മുടെ പാസ്റ്റിനെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? യെസ്റ്റർഡേന്നോ ലാസ്റ്റ് മന്തോ അങ്ങനെയൊന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് വാസിനെയും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഡ്രസ് ഇസ് ചോസൺ ബൈ മദർ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വെന്നെവർ ഐ ഗോ സ്വിമ്മിങ് ഐ എൻഡ് അപ്പ് ഡാഷ് ഇയർ ഏക്ക് വിച്ച് ഓൾവേസ് കോസസ് മീ ടു ഗെറ്റ് ഡാഷ് ഹെഡ് ഏക്ക്. അപ്പൊ ഒരു സ്ഥലത്ത് ഇയർ ഏക്കും മറ്റേ സ്ഥലത്ത് ഹെഡ് ഏക്കും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇയർ ഏക്കിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല. അതേസമയം ഹെഡ് ഏക്കിന്റെ മുമ്പിൽ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഹെഡ് ഏക്കിന്റെ മുമ്പിൽ എ യൂസ് ചെയ്യും, അതേസമയം ഇയർ ഏക്കിന്റെ മുമ്പിൽ നമ്മൾ ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്താണ് ആൻസർ ആയിട്ട് വരിക? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. ഒമ്പതാമത്തെ ചോദ്യം. ദ ഫാമിലി ഈസ് സോ പുവർ ദാറ്റ് ദേ ഹാവ് ഡാഷ് ലിറ്റിൽ മണി ഫോർ ഫുഡ് ഓർ എഡ്യൂക്കേഷൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ഫാമിലി ഈസ് സോ പുവർ ദാറ്റ് ദേ ഹാവ് ഡാഷ് ലിറ്റിൽ മണി ഫോർ ഫുഡ് ഓർ എഡ്യൂക്കേഷൻ. വളരെ പുവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൈസയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരിക. ദ ഫാമിലി ഈസ് സോ പുവർ ദാറ്റ് ദേ ഹാവ് ലിറ്റിൽ മണി ഫോർ ഫുഡ് ഓർ എഡ്യൂക്കേഷൻ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ
ഒന്നും ഇല്ല കേട്ടോ, ഒന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പിന്നെ മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ ലിറ്റിൽ അല്ലെങ്കിൽ മച്ച് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. മെനി നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെയാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. 10ാമത്തെ ചോദ്യം, ദർ ആർ സെവറൽ മെഡിക്കേഷൻസ് ദാറ്റ് ക്യാൻ ബി കോസ് ടു ട്രീറ്റ് ഡാഷ് മലേറിയ. വലിയ വലിയ അസുഖങ്ങളുടെ മുമ്പിൽ നമ്മൾ സാധാരണ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല അല്ലെ. നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ. ഇനി 11ാമത്തെ ചോദ്യം, 11th വൺ ആണ്. ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻവെന്റഡ് ദ എറോപ്ലെയിൻ. ഓക്കെ, നമ്മൾ ഇൻവെന്റ് ചെയ്യുക, ഡിസ്കവേർഡ് അല്ലെങ്കിൽ ഇൻവെന്റഡ്, അതിനുശേഷം ദ യൂസ് ചെയ്തിട്ട് പറയണം. ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻവെന്റഡ് ദി എറോപ്ലെയിൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് എത്രാമത്തെയാണ്? 12 അല്ലെ, 12th വൺ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ, ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുക. യെസ്റ്റർഡേ ഷീ കെയിം ടു മൈ ഹൗസ് ബൈ ഡാഷ് ബൈസൈക്കിൾ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എന്തായിരിക്കും? ബൈസൈക്കിൾ. എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിലും നമ്മൾ ബൈ പറയൂ അല്ലെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്റ്റർഡേ ഷീ കെയിം ടു മൈ ഹൗസ് ബൈ ബൈസൈക്കിൾ എന്ന് മതി. ഓക്കെ, എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിലും നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കാം. 13ാമത്തെ, വാൽമീകീസ് രാമായണ ഇസ് എ ഹോളി ബുക്ക്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നോ ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ജസ്റ്റ് രാമായണ എന്നാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ദ രാമായണ എന്ന് പറയും അല്ലെ. ദ രാമായണ അല്ലെങ്കിൽ ദ ഹിന്ദു എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെ, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയും. പക്ഷെ ഓഥറിന്റെ പേര് ബുക്കിന്റെ പേരിന് മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അപ്പൊ നല്ല വലിപ്പമുണ്ട്, പിന്നെ നമ്മളൊരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് വലിപ്പം കൂട്ടണ്ട എന്നൊക്കെ ഓർത്ത് വെക്കുക അല്ലെ. ഇനി 14th വൺ, ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം ഡാഷ്. ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം, റെയിൻസ് ആണ് V1 ആണ് അല്ലെ. അപ്പൊ എന്തായാലും വില്ല് പ്ലസ് V1 ആയിരിക്കും വരിക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വുഡിനെ മാറ്റാം, ഇസ് ക്യാൻസൽഡിനെ മാറ്റാം. ഇത് രണ്ടും അല്ല, എന്തായാലും വില്ല് വെച്ചിട്ടല്ലേ. ഇനി ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം പോയിട്ട് ക്യാൻസൽ ചെയ്യും എന്നായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണോ വരണ്ടേ? അല്ല അല്ലെ, പ്രോഗ്രാമിനെയാണ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ബി ക്യാൻസൽഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി 15th വൺ, വൺ ഓഫ് ദി ബാംഗിൾസ് ഡാഷ് റിമൂവ്ഡ് ഫ്രം ദി ബോക്സ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വൺ ഓഫ് ദി ബാംഗിൾസ്, നമുക്കറിയാം ഓപ്പൺ ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ വരികയാണെങ്കിൽ പ്ലൂരൽ നൗണും അതിനുശേഷം സിംഗുലർ വെർബും വേണം വരാൻ അല്ലെ. അപ്പൊ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാവിനെ എടുത്ത് മാറ്റാം. ഇനി വൺ ഓഫ് ദി ബാംഗിൾസ്, ബാംഗിൾസിൽ ഒരെണ്ണം, ഹാസ് റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ ബാംഗിൾ പോയിട്ട് റിമൂവ് ചെയ്തു എന്നുള്ള മീനിങ് വരും. മനസ്സിലായോ? അപ്പൊ ഷീ ഹാസ് റിമൂവ്ഡ്, അവള് റിമൂവ് ചെയ്തു. അല്ലെങ്കിൽ ബാംഗിൾസ് ഹാവ് റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ ബാംഗിൾസ് റിമൂവ് ചെയ്തു. അങ്ങനെ വരുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ വരണ്ടേ? ബാംഗിൾസിൽ ഒരെണ്ണം റിമൂവ് ചെയ്യപ്പെട്ടു എന്ന് വേണം വരാൻ. അപ്പോൾ നമ്മൾ പാസീവില് പറയണം വൺ ഓഫ് ദി ബാംഗിൾസ് ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ദി ബോക്സ്. ഇനി 17ാമത്തെ ചോദ്യം, ഹി മാരീഡ് ഡാഷ് മൈ സിസ്റ്റർ. ഇവിടുത്തെ ആൻസർ വരുന്നത് ഹി മാരീഡ് മൈ സിസ്റ്റർ എന്ന് മതി കേട്ടോ, നോ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മാരീഡിന് മുമ്പിൽ ഏതെങ്കിലും ബി ഫോംസ് വരികയാണെങ്കിൽ, ഇസോ വാസോ വേറോ അങ്ങനെയുള്ള ബി ഫോംസ് വരികയാണെങ്കിൽ നമ്മൾ ടു ചേർക്കണം. ഇനി ഇതേപോലെയുള്ള ബി ഫോംസ് വരാത്ത കേസ് ആണെങ്കിൽ ഇവിടെ ഒന്നുമില്ലല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോ പ്രപ്പോസിഷൻ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി 18th വൺ, ദ ലോറി വാസ് ക്രാഷ്ഡ് ആൻഡ് ദി പാസഞ്ചേഴ്സ് ഡാഷ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്താ? പെറിഷ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വാസ് ക്രാഷ്ഡ് അല്ലേ, വാസ് പ്ലസ് V3 ഫോം അല്ലേ, അപ്പൊ പാസീവ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇവിടെയും പാസീവ് വരണ്ടേന്ന് വിചാരിക്കും. പക്ഷെ പെറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിനെ നമ്മൾ പാസീവിൽ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ അതാണ് ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ എ വന്നിട്ടുള്ളത്. ദ ലോറി വാസ് ക്രാഷ്ഡ് ആൻഡ് ദ പാസഞ്ചേഴ്സ് പെറിഷ്ഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പെറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അറിഞ്ഞു വെച്ചേക്കാം, അതിനെ നമ്മൾ പാസീവില് പറയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പോൾ ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡു നോട്ട് അല്ലേ. അപ്പൊ ഡോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡിനൊക്കെയാണ് നമ്മൾ ഇംപെരേറ്റീവ് എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു സെന്റൻസിന് നമ്മൾ ഇംപെരേറ്റീവ് എന്ന് പറയും. അപ്പൊ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന് പറഞ്ഞാൽ ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? വിൽ യു ആണ് കേട്ടോ. അല്ലാണ്ട് ഇത് ഡു ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നെഗറ്റീവ് ആണ് ഇവിടെ പോസിറ്റീവ് ആക്കിയിട്ട് ഡു യു ഒന്നും ആൻസർ ആയിട്ട് പറയരുത്. ഇംപെരേറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇസ് വിൽ യു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 20th ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട അല്ലെ, നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ പർവ്വതമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ദ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് പർവ്വതങ്ങൾ വരുന്ന കേസ് വരുമ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്യുക അല്ലെ. ദ ഹിമാലയാസ്, അങ്ങനെ തന്നെ പഠിച്ചു പോവാട്ടോ. ദ ഹിമാലയാസ്. അപ്പൊ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു
പർവ്വതങ്ങളുടെ ഒരു കൂട്ടമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്തിട്ട് പറയാം. ഇവിടെ സിംഗിൾ പീക്ക് ആയതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട. ഓക്കെ, ഇനി 21st വൺ, എ ഡാഷ് ഓഫ് വെയിൽസ് ടെറിഫൈഡ് ഹിം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എ ഡാഷ് ഓഫ് വെയിൽസ്, സ്കൂൾ ഓഫ് വെയിൽസ് അല്ലെ, സ്കൂൾ ഓഫ് വെയിൽസ് ആണ് പറയാ. വേണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വെയിൽ കൊള്ളും എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. സ്കൂൾ ഓഫ് വെയിൽസ് ടെറിഫൈഡ് ഹിം. ഇനി 22nd വൺ, എക്സ്പയേഴ്സിന്റെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ചോദ്യം. എക്സ്പയേഴ്സ് എന്താ? റൺ ഔട്ട് അല്ലെ. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പയർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്, തീർന്നു പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ടിൽ കുറെ നേരം ഓടിക്കഴിയുമ്പോൾ നമ്മൾ എക്സ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കും, തീർന്നു പോകും എന്നൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എക്സ്പയേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് റൺ ഔട്ട് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദി വേർഡ് വിച്ച് ഇസ് സിമിലർ ഇൻ ദി മീനിങ്. ഫോർടെൽ. ഫോർടെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർടെൽ, ഫോർടെൽ എന്ന് പറഞ്ഞാല് യെസ്, പ്രൊഫസി അല്ലെ. പ്രൊഫസി എന്ന് പറയുന്നതാണ് ഫോർടെൽ. ഓക്കെ, പ്രവചനം എന്ന് പറയില്ലേ, ഓക്കെ, അതാണ് പ്രൊഫസി കേട്ടോ, അതാണ് ഫോർടെൽ. 24ാമത്തെ ചോദ്യം, എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മണി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സിംഗുലറേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ വാസ് അല്ലെങ്കിൽ ഇസ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പാസ്റ്റിനെ കാണിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ സ്പെൻഡ് കണ്ടിട്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിക്കരുത്. കാരണം പാസീവിൽ എപ്പോഴും നമ്മൾ V3 ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇസും വാസും വരികയാണെങ്കിൽ കൂടുതൽ ശരി ഇസ് ആണ്. കാരണം പാസ്റ്റിനെ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ഇനി അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാഡ് നോൺ മിഷാസ് അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? കുഡ് വേണം, ഹാവ് വേണം, V3 ഫോം വേണം അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട്? ഓപ്ഷൻ ഡി. ഇഫ് ഐ ഹാഡ് നോൺ മിഷാസ് അഡ്രസ് ഐ കുഡ് ഹാവ് റിട്ടൺ എ ലെറ്റർ ടു ഹെർ. ഓക്കെ, ഇനി 26ാമത്തെ ചോദ്യം, ദ ചിൽഡ്രൻ വർ ട്രീറ്റഡ് മോസ്റ്റ് ഡാഷ്. ആൻസർ ക്രൂവലി ആണ് അല്ലെ. ഒരു ആഡ്വർബ് ആയിട്ട് വരണം. ചിൽഡ്രൻ വർ ട്രീറ്റഡ് മോസ്റ്റ് ക്രൂവലി. ക്രൂവലി എന്ന് പറഞ്ഞാൽ അതൊരു ആഡ്വർബ് ആണ്. നമുക്കറിയാം LY വെച്ചിട്ട് മിക്കവാറും അവസാനിക്കണതൊക്കെ നമ്മൾ ആഡ്വർബ് ആയിട്ട് പറയാറുണ്ട് 90% കേസുകളിലും. അതേസമയം ബ്രദർലി എന്നൊക്കെ പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. ബ്രദർലി ആറ്റിറ്റ്യൂഡ്, ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ്. അത് എക്സെപ്ഷൻ കേസ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 27ാമത്തെ, ഡ്വെല്ലിന്റെ ആന്റണിം ആണ് ചോദ്യം. ഓക്കെ, ഡ്വെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എവിടെയെങ്കിലൊക്കെ താമസിക്കുക അല്ലെ, ഡ്വെല്ല് ചെയ്യുക. അപ്പൊ അതിന്റെ ആന്റണിം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ റോം ചെയ്യുക അല്ലെ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, റോം ചെയ്യുക, വാൻഡർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് റോം ആണ് കേട്ടോ. ഇനി 28ാമത്തെ ചോദ്യം, ഹി ടുക്ക് ഹിസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം ഡാഷ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട. അതേസമയം നമ്മൾ ഈ ഓഫ് ചേർത്ത് പറയില്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണെന്ന് വിചാരിച്ചോ, ഒരു ഓഫ് വന്നില്ലേ, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. മനസ്സിലായോ? ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് കേട്ടോ. മനസ്സിലായോ? ഓഫ് ഉണ്ടെങ്കിൽ ദ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട. ഇനി അടുത്ത ചോദ്യം, പ്ലേയിങ് ചെസ് ഷീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ ടൈം. അപ്പൊ ഇവിടെ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേയിങ് ചെസ് ഷീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ ടൈം. ഓക്കെ, ചെസ് കളിച്ചുകൊണ്ടാണ് അവളുടെ മോസ്റ്റ് ഓഫ് ദി ടൈം അവൾ ചെലവഴിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയല്ലേ, ചെസ് കളിച്ചുകൊണ്ടാണ് അല്ലെ, ചെസ് കളിച്ചുകൊണ്ടാണ് ഒരു ക്രിയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ അത് എന്തായിരിക്കും? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, അതേസമയം സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പുകവലിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതെന്തായിരിക്കും? അത് ജെറന്റ് ആയിരിക്കും. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എത്രാമത്തെ ചോദ്യമാണ്? 29. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം, ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ചെസ്. അപ്പൊ ഇവിടെ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പ്ലേയിങ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ചെസ്. അവൾ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല അല്ലെ. ചെസ് കളി അവൾക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെസ് കളിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാണ്ട് കളിച്ചുകൊണ്ടിരിക്കാന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജെറന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ദേ വെന്റ് അവേ ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടാണ് അവര് പോയത് അല്ലെ. അപ്പൊ സംസാരിച്ചുകൊണ്ട്, സംസാരം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. ഒരു വെർബ് നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അല്ലാത്ത കേസ് ആണെങ്കിൽ ജെറന്റ് ആണ്. ദേ വെന്റ് അവേ ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടാണ് അവര് പോയത് അല്ലെ. അപ്പൊ അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അപ്പൊ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനി 32ാമത്തെ ചോദ്യം, ഹി ഈസ് ഡാഷ് യുണീക് പേഴ്സണാലിറ്റി. യുണീക്ക് ആണ്, യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്.
അപ്പൊ എന്താ വരിക? ഹി ഈസ് എ യുണീക് പേഴ്സണാലിറ്റി അല്ലെ? ഹി ഈസ് എ യുണീക് പേഴ്സണാലിറ്റി. അടുത്തത് 32. വെൻ വി വർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം. ഓക്കെ, അപ്പൊ നമ്മുടെ പാസ്റ്റിലത്തെ എബിലിറ്റി കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബാണ് കുഡ് എന്ന് പറയുന്നത്. വെൻ വി വർ യങ് വി കുഡ് പ്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കുറെ സമയം കളിക്കാമായിരുന്നു അല്ലെ? ഇനി ക്യാൻ എപ്പോഴാ പറയാ? നമ്മുടെ പ്രസന്റ് എബിലിറ്റി. ഐ ക്യാൻ ടച്ച് ദി സീലിംഗ് അല്ലെങ്കിൽ ഐ ക്യാൻ റൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രസന്റ് എബിലിറ്റി പറയാനാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ആണ് കേട്ടോ. ഇനി 33ാമത്തെ ചോദ്യം. ഇൻ എ ഡെമോക്രസി എവ്രി വൺ ഡാഷ് ഒബേ ദ ലോസ് ഓഫ് കൺട്രി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ഒരു കർത്തവ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഓട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ്. ഓക്കെ, ഇൻ എ ഡെമോക്രസി എവ്രി വൺ ഓട്ട് ടു ഒബേ ദ ലോസ് ഓഫ് കൺട്രി. ഇനി 34. ഡാഷ് യു ടച്ച് ദ സീലിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു സീലിംഗ് തൊടാമോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പ്രസന്റിലെ എബിലിറ്റി ആണ്, നമ്മുടെ കഴിവാണ്. കഴിവ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വെർബ് ക്യാൻ ആണ്. ഇനി 35. മൈ ഫാദർ വാസ് ആംഗ്രി ഡാഷ് മൈ ബിഹേവിയർ. മൈ ഫാദർ വാസ് ആംഗ്രി എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അറ്റ് മൈ ബിഹേവിയർ ആണ് കേട്ടോ. അറ്റ് മൈ ബിഹേവിയർ ആണ്. കാരണം നമ്മൾ ആംഗ്രി വിത്ത് എ പേഴ്സൺ എന്ന് പറയും. അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. ആംഗ്രി വിത്ത് എ പേഴ്സൺ. പക്ഷേ അത് അയാളല്ല, അയാളുടെ ബിഹേവിയർ ആണ് അല്ലെ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ആംഗ്രി അറ്റ് എന്ന് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. ഇപ്പൊ വേണമെങ്കിൽ മൈ ഫാദർ വാസ് ആംഗ്രി വിത്ത് ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഇവിടെ ബിഹേവിയർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആംഗ്രി അറ്റ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ഇനി 36th ക്വസ്റ്റ്യൻ. ഹി മേഡ് മീ ഡാഷ് ഡാൻസ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി മേഡ് മീ ഡാൻസ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, മേക്ക് അല്ലെങ്കിൽ മേഡ് അല്ലെ? മേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മേഡ്. മേക്ക് അല്ലെങ്കിൽ മേഡിന് ശേഷം നമ്മൾ എപ്പോഴും ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എസ് ഒന്നും ചേർക്കാത്ത ഫോം. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ നമ്മളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഹി മേഡ് മീ ഡാൻസ്. ഇനി 37th വൺ. ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ, ഷീ സിറ്റ്സ് ഓൺ എ ചെയർ. ഇത് രണ്ടും ശരിയാണോ? രണ്ടും ശരിയാണ് അല്ലെ? ഒരു ആം ചെയർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഇൻ ആൻ ആം ചെയർ, ഒരു ആം ചെയറിനകത്ത് അല്ലെ? അപ്പൊ നമ്മൾ അതിനകത്ത് പെട്ടുപോയ പോലെയല്ലേ? ഒരു ആം ചെയറിനകത്താണ്. അപ്പൊ ഇൻ ആൻ ആം ചെയർ. അതേ സമയത്ത് ഒരു ചെയറിന്റെ മുകളിലാണ് അല്ലെ? അപ്പൊ ഷീ സിറ്റ്സ് ഓൺ എ ചെയർ. അപ്പൊ ഈ ഒരു കേസിൽ രണ്ടും കറക്റ്റ് ആണെന്നുള്ളത് പഠിച്ചു പോവാട്ടോ. ഇനി 38th വൺ. ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. എന്തായിരിക്കും ആൻസർ? ഐ മെറ്റ് ഹിം അറ്റ് മൈ അങ്കിൾസ് ഹോം ആണ് അല്ലെ? ഓക്കെ, അപ്പൊ എക്സാക്ട് ആയിട്ട് ഒരു പ്ലേസ് പറയല്ലേ? വീട്ടിനകത്താണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അറ്റ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഡോട്ടർ വാസ് റിജോയ്സ്ഡ് അറ്റ് ഹിയറിംഗ് ദി റിസൾട്ട്. ഓക്കെ, അപ്പൊ റിജോയ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഹാപ്പി ആയിരുന്നു അല്ലെ? റിസൾട്ട് കേട്ടപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടല്ലേ? റിജോയ്സ്ഡ് അറ്റ് ആണ് പറയാ. ഇനി റിജോയ്സ്ഡ് വിത്ത് പറയും അല്ലെ? റിജോയ്സ്ഡ് വിത്ത് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? റിജോയ്സ്ഡ് വിത്ത് എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ അക്യൂസ്ഡ് മീ ഓഫ് പോയ്സണിങ് ഹെർ ഡോഗ് ആണ്. ഓക്കെ, ഷീ അക്യൂസ്ഡ് മീ ഓഫ് ആണ് കേട്ടോ. അക്യൂസ്ഡ് മീ ഓഫ് പോയ്സണിങ് ഹെർ ഡോഗ്. ഓക്കെ, ഇത് പ്രപ്പോസിഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 42. ഹി ഈസ് റെനോവേറ്റിംഗ് ഹിസ് ഹൗസ് വിത്ത് എ വ്യൂ ടു ഡാഷ് ഇറ്റ്. ഓക്കെ, വിത്ത് എ വ്യൂ ടു സെല്ലിംഗ് ആണ് അല്ലെ? വിത്ത് എ വ്യൂ ടു സെല്ലിംഗ്. വിത്ത് എ വ്യൂ ടുന് ശേഷം എന്ത് യൂസ് ചെയ്യണം? ജെറന്റ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഹി ഈസ് റെനോവേറ്റിംഗ് ഹിസ് ഹൗസ് വിത്ത് എ വ്യൂ ടു സെല്ലിംഗ് ഇറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 43rd വൺ. ഇറ്റ് ഇസ് ഡാഷ് വീജ ബോർഡ്. വീജ എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ് വീജ എന്നാണ് പറയാ കേട്ടോ. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരിക? ആൻസർ എ ആണ് വരിക. ഓക്കെ, എ വീജ ബോർഡ് എന്ന് വേണം വരാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പബ്ലിക് മീറ്റിംഗ് വാസ് കോൾഡ് ഓഫ് ബിക്കോസ് ഓഫ് ബാഡ് വെദർ അല്ലെ? അപ്പൊ കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഓർത്താൽ മതി. നമ്മുടെ കോള്, നമ്മുടെ ഫോൺ കോൾ ഒക്കെ ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തെന്ന് ഓർക്കാം. ഇനി 45th വൺ. ദ സ്കൂൾ തെറാപ്പിസ്റ്റ് ഡാഷ് സ്റ്റുഡൻസ് ഹു ഹാവ് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിങ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? കൗൺസിൽസ് ആണ്. കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചെയ്യുക കേട്ടോ. ദ സ്കൂൾ തെറാപ്പിസ്റ്റ് കൗൺസിൽ സ്റ്റുഡൻസ് ഹു ഹാവ് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിങ് ആണ്. കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചെയ്യുക. ഇനി 46th വൺ. കമാൻഡർ ഇൻ ചീഫിന്റെ പ്ലൂറൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ്. ഇറ്റ്സ് ഓപ്ഷൻ എ, കമാൻഡേഴ്സ് ഇൻ ചീഫ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അപ്പൊ കമാൻഡറിന് നമ്മൾ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കണം എന്ന് ഓർക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഒരു എസ് ചേർത്തിട്ട് പറയാം കേട്ടോ. കമാൻഡേഴ്സ് ഇൻ ചീഫ്. ഇനി 47th വൺ. സൺഫ്ലവർ ഇസ് ഡാഷ് ദാൻ ജാസ്മിൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യണം. സൺഫ്ലവർ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ജാസ്മിൻ. ഓക്കെ, ഇനി
എത്രാമത്തെയാണ് 48th അല്ലേ? വിച്ച് ഇസ് എ പ്രോനൗൺ. ഓക്കെ, ഇതിൽ ഏതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്? ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുക അല്ലെ? അപ്പൊ ആൻസർ വരുന്നത് ഈച്ച് ആണ്. ഈച്ച് എന്ന് പറഞ്ഞാലാണ് ഇവിടുത്തെ പ്രോനൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി 49th വൺ, ആഡ്വർബ് ഓഫ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുളിന്റെ ആഡ്വർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബ്യൂട്ടിഫുളിന്റെ ആഡ്വർബ്? ആൻസർ ബ്യൂട്ടിഫുള്ളി. നമ്മൾ നേരത്തെ പറഞ്ഞു ആഡ്വർബിന്റെ മിക്ക കേസുകളിലും LY വരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, ഒരു 90% കേസുകൾ കേട്ടോ. അപ്പൊ ബ്യൂട്ടിഫുള്ളി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് എഫ്. എഫ് എന്നാണ് വരിക അല്ലെ? എഫ് എന്നാണ് വരുന്നത്. അപ്പൊ ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻ എഫ് ആണ് അല്ലെ? ആൻ എഫ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി 51, ദ ഗേൾ വാസ് വെയറിംഗ് ഡാഷ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിൽസ് അറ്റ് ദി കഫ്സ്. എന്തായിരിക്കും ആൻസർ വരിക? ദ ഗേൾ വാസ് വെയറിംഗ് യെല്ലോ ഫ്രോക്ക് അല്ലെ? ഒരു യെല്ലോ ഫ്രോക്ക് ആണ്. എന്നിട്ട് പിന്നെ ഫ്രോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് റെഡ് ഫ്രില്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ ദ ഗേൾ വാസ് വെയറിംഗ് എ യെല്ലോ, യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ. അപ്പൊ എന്താ വരിക? എ ആണ് വരിക അല്ലെ? ഇനി അടുത്തത് 52, ദേ ലിവ് ഇൻ എ വില്ലേജ്. കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗസ്. ഓക്കെ, ദേ ലിവ് ഇൻ എ വില്ലേജ്. അപ്പൊ ലിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡു ലിവ് എന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ? അപ്പൊ ഡൂവിനെ ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് ഡോണ്ട് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഡോണ്ട് ദേ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53rd വൺ, ഹി റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനകത്ത് ഏതായിട്ടാ വരുന്നത്? അവന്റെ ഓട്ടത്തെ കുറിച്ചാണ്. അവൻ ഓടി അല്ലെ? എങ്ങനെ ഓടി? നല്ല സ്പീഡോടെ അവൻ ഓടി. അപ്പൊ വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ നമുക്ക് എടുത്ത് മാറ്റാം. എന്തായാലും ആഡ്വർബ് ആണ് അല്ലെ? വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ വരുന്നത്? വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ വരിക? ഇറ്റ് ഇസ് ആഡ്വർബ് ഫ്രേസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ആഡ്വർബ് ഫ്രേസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനി 54ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദി റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഓക്കെ, ഹൈപ്പോക്രേറ്റ്, മില്ലേനിയം, വെറ്റിറിനറി, അറ്റൻഡൻസ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഹൈപ്പോക്രൈറ്റ് ആണ്. HYPOCRITE ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. മില്ലേനിയം, മില്ലിൽ പോയിട്ട് എണ്ണി എണ്ണി പൈസ കൊടുക്കുന്ന ഓർക്കാം. വെറ്റിനറി, അതിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, VETERINARY കേട്ടോ. അപ്പൊ ചെറി, TERIയും NARYയും VE ഒന്ന് പഠിച്ചു വെക്കുക. അറ്റൻഡൻസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഡാൻസ് ആണ് വരുന്നത്. അറ്റൻഡൻസിൽ നമുക്ക് ഫുള്ള് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡാൻസ് കളിച്ചു എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഡാൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഹൈപ്പോക്രൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരണ്ടേ. ഇനി അടുത്ത ചോദ്യം 55, ഫൈൻഡ് ഔട്ട് ദി സൈലന്റ് ലെറ്റർ ഇൻ ദി വേർഡ് ബുച്ചർ. അപ്പൊ ഇതിനകത്ത് T ആണ് സൈലന്റ് കേട്ടോ. നമ്മൾ ബുച്ചർ എന്നാണ് പറയാ. T ഇവിടെ സൈലന്റ് ആണ്. 56th വൺ, ദ ഓഡിറ്റോറിയം ഡാഷ് വെൻ ദ മ്യൂസിക് സ്റ്റാർട്ടഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ഓഡിറ്റോറിയം ഡാഷ് വെൻ ദ മ്യൂസിക് സ്റ്റാർട്ടഡ്. മ്യൂസിക് തുടങ്ങിയപ്പോഴേക്കും ഓഡിറ്റോറിയം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആദ്യം ഓഡിറ്റോറിയം ഫിൽ ചെയ്തു, അതിനുശേഷമാണ് മ്യൂസിക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഓഡിറ്റോറിയം ഹാഡ് ബീൻ ഫിൽഡ് വെൻ ദ മ്യൂസിക് സ്റ്റാർട്ടഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഒരു സെന്റൻസിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി 57ാണ് 57th ആണ് അല്ലെ? ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. ഐ ആം ലേബിൾഡ് ആസ് ഡാഷ്. എന്തായിരിക്കും? ബട്ടർ ഫിംഗർ അല്ലെ? അപ്പൊ ഫിംഗറിലൊക്കെ ബട്ടർ ആണ്, അതുകൊണ്ട് എപ്പോഴും സാധനങ്ങളൊക്കെ നിലത്ത് വീണ് പൊട്ടാറുണ്ടെന്നൊക്കെ ഓർക്കുക. ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ് ആസ് ഐ ആം ലേബിൾഡ് ആസ് ബട്ടർ ഫിംഗർ. ഇനി 58th വൺ നോക്കാം. ഹി സെഡ് ടു മീ വിച്ച് വേ ഡിഡ് ഷീ ഗോ. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി സെഡ് ടു മീ വിച്ച് വേ ഡിഡ് ഷീ ഗോ. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡയറക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കില്ല, എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷമേ ഓക്സിലറി വെർബ് വരുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം എന്ത് വരണം? സബ്ജക്റ്റ് വരണം, അതിന് ശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ. ഓക്കെ, ഇനി വിച്ച് വേ ഡിഡ് ഷീ ഗോ. ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെന്റ് ആണ് അല്ലെ? വെന്റ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻസർ ആയിട്ട് വരണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ A ആണ്. ഓക്കെ, ഇനി 59th വൺ, ഐ ഡാഷ് വർക്ക് 10 hours ഇൻ ദോസ് ഡേയ്സ്. അന്നത്തെ ദിവസങ്ങളിലാണ് അല്ലെ? ഐ കുഡ് വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റ് എബിലിറ്റിനെ കുറിച്ച് കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുഡ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ഇനി 60th വൺ,
യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിം. യു ഹാഡ് ബെറ്റർ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അഡ്വൈസ് ആണ് അല്ലെ. ഹാഡ് ബെറ്റർ അതിനുശേഷം എന്ത് യൂസ് ചെയ്യണം? വെർബ് വേണം യൂസ് ചെയ്യാൻ. ഹാഡ് ബെറ്ററിന് ശേഷം V1 ഫോം. അപ്പൊ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ വെർബും അതേസമയം അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നൗണും ആണ് കേട്ടോ. അപ്പൊ വെർബ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? അഡ്വൈസ് ആണ്. എസ് ആണ് വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി 61 നോക്കാം. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നിന്റെ ബ്രദറിനെ പോലെ അല്ലെ. അപ്പൊ ഡ്രൈവർ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലുക്സ് പറഞ്ഞു. പാസ്റ്റിനെ കാണിക്കുന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലുക്ക്ഡ് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെ. ഓക്കെ. ഇനി 62 ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഓക്കെ. അപ്പൊ അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് കിട്ടിയോന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിഡ് അലൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ അല്ലെ. അപ്പൊ ഇറ്റ്സ് ഓപ്ഷൻ സി ഡെഫിനറ്റ് ആയിട്ട് പറയുന്നു. ഓക്കെ. ഇനി 63ാമത്തെ ചോദ്യം. ഷീ ഹാസ് നെവർ സീൻ ഹിം. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരിക? ഓക്കെ. അപ്പോ ഷീ ഹാസ് നെവർ സീൻ ഹിം. നെവർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. ഹാസിനെ കിട്ടി. അപ്പൊ ഹാസിന് ഒരു നോട്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അല്ല, നോട്ട് ചേർക്കണ്ട അല്ലെ, ഇവിടെ പോസിറ്റീവ് അല്ലേ. അപ്പൊ ഹാസ് ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഇനി 64th വൺ. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ് ദം. ഓക്കെ. നീ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ മുമ്പ് അവൾക്ക് അവനെ അറിയാമായിരുന്നു. അപ്പൊ ആദ്യം അവൾക്ക് അവനെ അറിയാം അല്ലെ. അതിനുശേഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഫസ്റ്റ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. ഓക്കെ. രണ്ടാമത് നടക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയും. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, വെൻ ഐ റീച്ച് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ആ ഒരു സംഭവം തന്നെ കേട്ടോ. ഇനി 65ാമത്തെ ചോദ്യം. അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദി എൻട്രൻസ്. കറക്റ്റ് എൻട്രൻസിൽ തന്നെയാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്ത് പറയണം? അറ്റ് ദി എൻട്രൻസ് വേണം പറയാൻ. 66th വൺ. ദ ബേബി ഡാഷ് വോണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്. ഹി വോണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഓക്കെ. അപ്പൊ ഇവിടെ വാണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. വാണ്ട് എന്ന് പറഞ്ഞാൽ V1 ആണ് അല്ലെ. അപ്പോ ഡു ഡസ് ഡിഡിന് ശേഷം ഓൾവേസ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം യൂസ് ചെയ്യണം. അപ്പൊ തന്നെ കിട്ടിയല്ലോ, ഡു ഡസ് ഡിഡ്. ഇവിടെ ഡസ് ഉണ്ട് അല്ലെങ്കിൽ ഡസിന്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി 67th വൺ. ദ ഓൾഡ് വുമൺ ഹാസ് ലെഫ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ഹാസ് ലെഫ്റ്റിന് പകരം നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ് ആണ്. ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി അവള് 12 മണിക്കൂർ ഉറങ്ങി. ഉറങ്ങി എന്നല്ലേ പറയണ്ടേ. അപ്പൊ സ്ലെപ്റ്റ് ആണ് കേട്ടോ. സ്ലെപ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഹാസ് സ്ലെപ്റ്റ് അല്ല. ഇനി 68th വൺ. ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദി പ്ലാന്റ്സ് ഇൻ ദി ഗാർഡൻ. ഓക്കെ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ടാങ്ക് ഹാസ് എ ലിറ്റിൽ വാട്ടർ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അല്ലെ. ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദി പ്ലാന്റ്സ്. പക്ഷെ ഗാർഡന്റെ അവിടെയുള്ള പ്ലാന്റ്സിന് നനയ്ക്കാൻ അത്രയുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് എ ലിറ്റിൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി 69th വൺ നോക്കാം. ചൂസ് എ സിനോണിം ഓഫ് ദി വേർഡ് വോ ഫ്രം ദി ഫോളോയിങ് വേർഡ്സ്. വോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രെസ് ആണ്, വിഷമിച്ചിരിക്കുക, സാഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിക്കുക ഫോയ് ഉണ്ട്. ഫോ എന്ന് പറഞ്ഞാൽ എനിമി ആണ് കേട്ടോ. ഫോ എന്ന് പറഞ്ഞാൽ എനിമി. 70th ക്വസ്റ്റ്യൻ. മാഡിന്റെ ആന്റണിയം ആണ് ചോദ്യം. ഓക്കെ. മാഡിന്റെ ആന്റണിയം എന്താ? മാഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻസെയിൻ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതിന്റെ ആന്റണിയം എന്താ വരിക? സെയിൻ ആണ് കേട്ടോ. സെയിൻ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. അപ്പോ 70 ക്വസ്റ്റ്യൻസ് ആയി. അടുത്ത് നോക്കാം. ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ്. ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് ബിഗർ. നമ്മൾ ഇന്നലെയും പറഞ്ഞു ബീഫ് കഴിച്ചാൽ നമ്മൾ കുറച്ച് വലുതായിട്ടൊക്കെ വരും എന്നൊക്കെ ഓർത്ത് വെക്കാം. ഇനി 72 എ ഡാഷ് ഓഫ് ഫിഷ്. എന്താണ്? സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ. സ്കൂൾ ഓഫ് ഫിഷ്. സ്കൂളിൽ നമ്മൾ ഫിഷ് കറി കൊണ്ടുപോയി എന്നൊക്കെ ഓർക്കാം അല്ലെ. സ്കൂൾ ഓഫ് ഫിഷ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 73rd വൺ. എൻസൈക്ലോപീഡിയയുടെ സ്പെല്ലിംഗ്. ഇറ്റ്സ് ഓപ്ഷൻ എ എൻസൈക്ലോപേഡിയ. നമുക്ക് എൻസൈക്ലോപീഡിയ പേടിയാണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ എൻസൈക്ലോപേഡിയ. ഇനി 74th വൺ. ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ് ആയിട്ട് വരിക? ടു ഡു സംതിങ് പോയിന്റ്ലെസ് അല്ലെ. വൈൽഡ് ഗൂസിന്റെ പുറകെ ചേസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടു ഡു സംതിങ് പോയിന്റ്ലെസ്. ഇനി 75th വൺ. എഡ്ഹോക്ക്. എഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ. എഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി 76th വൺ. സ്റ്റഡി ഓഫ് മൗണ്ടൻസ് ഇസ് ടേംഡ് ആസ്. സ്റ്റഡി ഓഫ് മൗണ്ടൻസിന് എന്താ പറയാ? ഓരോ മൗണ്ടൻസിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ. ഒറോളജി. ഓരോ മൗണ്ടനെ കുറിച്ചും പഠിക്കും. ഒറോളജി പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ. ഇനി നെക്സ്റ്റ് 76 എത്രയാണ്? 77 അല്ലെ. ആൻഡ് ഡാഷ്
എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദി ബാങ്ക് എവറി വീക്കെൻഡ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻഡ് ഡ്രോസ് എന്ന് പറയണം കേട്ടോ. ഡ്രോസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം നമ്മുടെ PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻസർ ഓംലെറ്റ് ആണ്. ഓംലെറ്റിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? ഒരു ഇയും കൂടെ വരണം അല്ലെ? ഓംലെറ്റ്. അപ്പോ ഡബിൾ ഓംലെറ്റ് ആണെന്നൊക്കെ വിചാരിക്കാം. 2 ടി ഉണ്ട്, അതേപോലെ തന്നെ 3 ഇ ഒക്കെ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഓംലെറ്റ് ആണ്. ഓക്കെ, ഇനി 79th വൺ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻ ഇഡിയം ഇൻ ദി ഗിവൺ സെന്റൻസ്. മെനി പീപ്പിൾ ഇൻ അവർ കൺട്രി ലൈക്ക് ടു ഫെദർ ദെയർ ഓൺ നെസ്റ്റ് ഫ്രം ദ മണി ദേ റേസ് ഫോർ സോഷ്യൽ വർക്ക്. അപ്പൊ ഫെദർ ദെയർ ഓൺ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എൻറിച്ച് വൺസെൽഫ് ബൈ ഡിസോണസ്റ്റ് മീൻസ്. ഓക്കെ, നമ്മൾ സ്വയമായിട്ട് മോടി പിടിപ്പിക്കുക. എങ്ങനെയാണ്? എന്താ പറയാ, ഡിസോണസ്റ്റ് ആയിട്ട് അല്ലെ, ശരിയായിട്ടുള്ള രീതിയിലല്ല, ഡിസോണസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ തന്നെ കാശുകാരാവുക എന്നുള്ളൊരു മീനിങ് ആണ് ഫെദർ ദെയർ ഓൺ നെസ്റ്റ്. നെസ്റ്റ് മോടി പിടിപ്പിക്കുക എന്ന് പറയില്ലേ, കിളിക്കൂട് അല്ലെങ്കിൽ കൂടൊക്കെ മോടി പിടിപ്പിക്കുക, പക്ഷെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള വഴിക്കൂടെ ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓക്കെ, 80th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ഐ ലുക്ക്ഡ് അറ്റ് മൈ ഡാമേജ് കാർ ആൻഡ് ഡാഷ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ് ടു റിപ്പയർ ഇറ്റ്. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ ലുക്ക് അറ്റ് മൈ ഡാമേജ്ഡ് കാർ ആണ്. അപ്പൊ ലുക്ഡ് ഉണ്ട്, ഡാമേജ്ഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ആൻസർ തന്നെ പറയാം. വണ്ടേർഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഐ ലുക്ക്ഡ് അറ്റ് മൈ ഡാമേജ് കാർ ആൻഡ് വണ്ടേർഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ് ടു റിപ്പയർ ഇറ്റ്. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് മാക്സിമം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. നാളത്തെ എക്സാം എഴുതുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം ചെയ്യുക. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ വായിച്ചിട്ട് മാത്രം ബബിൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അപ്പൊ എല്ലാവർക്കും ബൈ.